അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 ജാവാസ്ക്രിപ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത്. തിയറി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു കോഡ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് നമുക്ക് തരാറ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ യൂസ് ഓഫ് ദ ഫോളോയിങ് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. മാർച്ച് 2020 ചോദിച്ചിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ യൂസ് എന്താണ് എഴുതാനാണ് പറയുന്നത്. ടു അപ്പർ കേസ് ടു കൺവേർട്ട് ടു അപ്പർ കേസ്, അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ടു അപ്പർ കേസ് എന്ന് പറയുന്നത്. ലെങ്ത്, റിട്ടേൺ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. ക്യാരക്ടർ അറ്റ് നമുക്ക് തന്നിട്ടുള്ള പൊസിഷനിലെ ക്യാരക്ടറിന് റിട്ടേൺ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ക്യാരക്ടർ അറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് തന്നിട്ട് അതിന്റെ യൂസ് എഴുതാനായിട്ട് വരാറുണ്ട്. അതുപോലെ എത്രയെങ്കിലും ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് എഴുതാനോ അല്ലെങ്കിൽ അതിന്റെ യൂസ് തന്നിട്ട് ആ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യനും ചോദിച്ച് കാണാറുണ്ട്. റൈറ്റ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ടു ക്രിയേറ്റ് എ നമ്പർ ആൻഡ് സ്ട്രിംഗ് വേരിയബിൾ സ്ട്രിംഗ് വേരിയബിളും അതുപോലെ തന്നെ നമ്പർ വേരിയബിളും ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് VAR എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്പറായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ VAR സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു ഒരു നമ്പർ കൊടുക്കുക. ഇനി സ്ട്രിംഗ് ആയി കൊടുക്കുന്നുണ്ടെങ്കിൽ VAR സ്പേസ് വേരിയബിൾ നെയിം ഈക്വൽ ടു ഒരു സ്ട്രിംഗ് ഡബിൾ കോട്ട്സിനകത്ത് സ്ട്രിംഗ് വാല്യൂ കൊടുത്ത് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറി, സ്ട്രിംഗ് വേരിയബിൾ ആയിട്ട് മാറി. അപ്പോൾ ഇതിൽ ഡിക്ലറേഷൻ ചെയ്യുന്നത് നമുക്ക് എപ്പോഴാണോ നമ്മൾ ആ ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നത് അപ്പോഴാണത് നമ്പർ ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രിംഗ് ആയിട്ടൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഇത് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2020 അതുപോലെ തന്നെ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് എനി 2 ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസ് അവൈലബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും 2 ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 ബിൽറ്റ്-ഇൻ ഫംഗ്ഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഒരു എക്സാമ്പിളും എഴുതി കൊടുക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? എക്സ്പ്ലെയിൻ എനി വൺ വിത്ത് ആൻ എക്സാമ്പിൾ. നമുക്ക് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ അതിലേതെങ്കിലും ഒരെണ്ണം എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇഫ്, വൈൽ, ഫോർ, സ്വിച്ച്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം വിത്ത് എക്സാമ്പിൾ എഴുതുക. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മാർച്ച് 2020 അതുപോലെ തന്നെ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ വാല്യൂ ഓഫ് Z ഇൻ ദ ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് തന്നിട്ട് അതിന്റെ റിസൾട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേരിയബിൾ XYZ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സിനകത്ത് 15 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. വൈക്കകത്ത് 6, Z ഈക്വൽ ടു X മോഡ് Y. മോഡുലസ് ഓപ്പറേറ്ററിന്റെ യൂസ് അറിയാലോ. നമുക്ക് X ഡിവൈഡഡ് ബൈ Y ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് തരുന്നത്. അതാണ് മോഡുലസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത. അപ്പൊ X ഡിവൈഡഡ് ബൈ Y 15/6. 15/6 ചെയ്തതിന് ശേഷം അതിന്റെ റിമൈൻഡർ ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് 3 ആണ് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. XYZ എന്നുള്ള 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സില് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. വൈക്കകത്ത് പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. Z ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തെറ്റാണ്, X+Y എന്നാണ് ഉള്ളത്. X+Y. X+Y ചെയ്യുമ്പോൾ അതാണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ നടക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. വേരിയബിൾ XYZ എക്സിൽ 25, വൈയിൽ 5, X/Y ഈക്വൽ ടു Y, Z ഈക്വൽ ടു X+6. അപ്പൊ ഇവിടെ X/Y ഈക്വൽ ടു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. X ഈക്വൽ ടു X/Y എന്നുള്ളതാണ് ഈ X/Y ഈക്വൽ ടു Yന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എത്രയാണ് വരിക? 25/5 ചെയ്തു, നമുക്ക് 5 റിസൾട്ട് കിട്ടി. 5 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. വേരിയബിൾ XZ X ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. സെഡില് ഈസ് NaN X. ഈസ് NaN എന്ന് പറയുന്നത് ഈസ് നോട്ട് എ നമ്പർ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ X എന്ന് പറയുന്നത് നമ്പർ ആണോ? അല്ല. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ട്രൂ ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. XZ തന്നെ എക്സിൽ ജാവാസ്ക്രിപ്റ്റ് Z ഈക്വൽ ടു X ഡോട്ട്
ടു ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ലോവർ കേസിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. എക്സ്പ്ലെയിൻ ദ ടു പർപ്പസ് ഓഫ് പ്ലസ് ഓപ്പറേറ്റർ ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് രണ്ട് പർപ്പസാണ് പ്ലസ് ഓപ്പറേറ്റർ ഉള്ളത്. ഒന്ന് ഓർഡിനറി അഡീഷൻ, നമ്മുടെ നമ്പേഴ്സിന്റെ അഡീഷൻ ചെയ്യാനും, അതുപോലെ തന്നെ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ ആയിട്ട്, അതായത് കോൺകാറ്റിനേഷൻ ചെയ്യാൻ, രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, പ്ലസ് ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. JavaScript function given below is used to display the sum of digits of a number. Fill in the blanks to complete the function. അപ്പോൾ നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളത് ഫിൽ ചെയ്ത് കൊടുക്കണം. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ ഗിവൺ നമ്പർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡാഷ് സം ഡിജിറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേരാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡാണ് നമുക്കിവിടെ വേണ്ടത്. NS എന്നുള്ള രണ്ട് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. N = document.frm.txt1.dash. നമുക്കിവിടെ ഡോക്യുമെന്റിനകത്ത് ഫോമിനകത്തുള്ള എന്താണ് എടുക്കേണ്ടത്, വാല്യൂ ആണ് എടുക്കേണ്ടത്. ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ .value ആണ് നമുക്കിവിടെ വരേണ്ടത്. S = 0 ഡാഷ് N = n/10. S = 0 ഇവിടെ നമുക്കൊരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ കണ്ടീഷൻ വരേണ്ടത്, n > 0 എന്നുള്ള കണ്ടീഷനാണ് നമുക്കിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി S = s+n മോഡ് 10. S = s+n മോഡ് 10. നമ്മൾ എന്താ ചെയ്യുന്നത്, സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ഗിവൺ നമ്പർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ s+n/n മോഡ് 10. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. Briefly explain the different ways in which a JavaScript can be inserted in a web page. നമുക്ക് ഏതൊക്കെ വേസിൽ ജാവാസ്ക്രിപ്റ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, വെബ് പേജിലോട്ട് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 3 വേസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ബോഡി ടാഗിനകത്ത് നമുക്ക് കൊടുക്കാം, പിന്നെ ഒന്ന് ഹെഡ് ടാഗിനകത്ത് കൊടുക്കാം, പിന്നെ നമുക്ക് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ട് .js എന്നുള്ള എക്സ്റ്റൻഷനിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. നമ്മുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിൽ 3 മാർക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു റൈറ്റപ്പും കൂടി നമ്മൾ അതിൻ്റെ കൂടെ എഴുതി കൊടുക്കണം. നെയിം ദ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡാണ് ചോദിച്ചിരിക്കുന്നത്. VAR എന്നുള്ള കീവേഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ് NaN ആൻഡ് നമ്പർ ഫംഗ്ഷൻ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഈസ് NaN എന്ന് പറയുന്നത് നോട്ട് എ നമ്പർ എന്ന് ചെക്ക് ചെയ്യാനാണ്. നമ്മൾ തന്നിട്ടുള്ള നമ്പർ വാല്യൂ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് NaN എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്ട്രിങ് വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ആ സ്ട്രിങ് വാല്യൂവിനെ നമ്പർ ടൈപ്പിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്പ്ലേ വാർണിംഗ് മെസ്സേജ് ഇൻ ദ സ്ക്രീൻ. നമുക്ക് വാർണിംഗ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്, അലേർട്ട് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ, ഒരു പൊസിഷനിലെ ക്യാരക്ടറിനെ റിട്രീവ് ചെയ്യാനുള്ളതാണ് char at. കൺവേർട്ട് അപ്പർ കേസ് ടു ലോവർ കേസ്, അപ്പർ കേസിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ടു ലോവർ കേസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫംഗ്ഷൻസ് എഴുതുമ്പോൾ അതിന്റെ സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് എഴുതാനായിട്ട്. Dash is a JavaScript function used to include a text in the body section of a web page. ബോഡി സെഷനിലോട്ട് ടെക്സ്റ്റിനെ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് document.write എന്ന് പറയുന്ന ഫംഗ്ഷൻ. document.write വഴിയാണ് നമുക്ക് ഈ ബോഡി സെഷനിലോട്ട് ടെക്സ്റ്റിനെ എഴുതാൻ പറ്റുന്നത്. റൈറ്റ് എനി 2 മെത്തേഡ്സ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് HTML ഡോക്യുമെന്റ്. അത് കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ട് മെത്തേഡ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇൻസൈഡ് ബോഡി, ഇൻസൈഡ് ഹെഡ്. മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്റ്റേണൽ ഫയലായിട്ട് .js എക്സ്റ്റൻഷനുള്ള ജാവാസ്ക്രിപ്റ്റ് എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. റൈറ്റ് എനി 1 ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിന്റെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് എഴുതി കൊടുക്കുക. ലാംഗ്വേജ് എഴുതാം, ടൈപ്പ് എഴുതാം, അല്ലെങ്കിൽ SRC എന്നുള്ള ആട്രിബ്യൂട്ട് നമുക്ക് എഴുതി കൊടുക്കാം. ദ ഫോളോയിങ് കോഡ് ഇൻ HTML വിൽ കോൾ ദ ഷോ മെസ്സേജ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് തന്നിട്ടുണ്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, വാല്യൂ ഈക്വൽ ടു ഷോ, ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഷോ മെസ്സേജ്. മോഡിഫൈ ദ കോഡ് ടു കോൾ ഷോ മെസ്സേജ് വെൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് യൂസർ മൂവ്സ് ദ മൗസ് ഓവർ ദ ബട്ടൺ. ബട്ടണിന്റെ മീതെ കൂടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷോ മെസ്സേജ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കണം. അപ്പൊ അതിന് നമുക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇവന്റ് ഏതാണ്,
മൗസ് എൻ്റർ, ഓൺ മൗസ് എൻ്റർ എന്ന് പറയുന്ന ഇവന്റ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മൗസ് ബട്ടണിന്റെ മീതെ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഓൺ മൗസ് എൻ്റർ ഈക്വൽ ടു ഷോ മെസ്സേജ്. യൂസർ പ്രസ്സസ് എനി കീ ഓൺ കീബോർഡ്, കീബോർഡിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ ഷോ മെസ്സേജ് വിളിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇവന്റ് ആണ് ഓൺ കീ പ്രസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇവന്റ് മാത്രമാണ് നമുക്കിതിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്യൂട്ടബിൾ ജാവാസ്ക്രിപ്റ്റ് ഡാറ്റ ടൈപ്പ് ഫോർ ദ ഫോളോയിങ്. നമുക്ക് കുറെ ഡാറ്റാസ് തന്നിട്ടുണ്ട്, അതിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതാണ് കോഡ്സിനകത്ത് സൂപ്പർ കമ്പ്യൂട്ടർ. കോഡ്സിനകത്ത് എന്ത് കിട്ടിയാലും എന്താണ്, സ്ട്രിങ് ആണ്, നമ്മളത് സ്ട്രിങ് ടൈപ്പ് ആണ്. കോഡ്സിനകത്ത് ട്രൂ, ബൂളിയൻ അല്ല, കാരണം കോഡ്സിനകത്താണ് തന്നിരിക്കുന്നത്, അപ്പൊ അത് സ്ട്രിങ് ടൈപ്പ് ആണ്. 67.5 അതെന്താണ്, നമ്പർ ആണ് തന്നിരിക്കുന്നത്. ഇതുപോലെ ഡാറ്റ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കൺസിഡർ ടു സ്ട്രിങ്സ്, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ and you can use to change the world. Write JavaScript code to store the string in 2 variables. 2 വേരിയബിളിലോട്ട് ഇതിനെ സ്റ്റോർ ചെയ്യണം. അത് നമ്മൾ കോഡ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ XY എന്നുള്ള 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. X ഈക്വൽ ടു എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്ന് കൊടുത്തു. Y ഈക്വൽ ടു എന്താണ്, യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ ഇത് എഴുതി കൊടുക്കുമ്പോൾ കോഡ്സിനകത്തും അതുപോലെ എൻഡിൽ സെമിക്കോളൻ ഇടാനും ശ്രദ്ധിക്കണം. കമ്പൈൻ ദീസ് 2 സ്ട്രിങ് വാരിയബിൾസ്, ആ 2 സ്ട്രിങ് വേരിയബിൾസിനെ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, വേരിയബിൾ z ഈക്വൽ ടു x പ്ലസ് വൈ, എക്സും വൈയും കൂടിയിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ് പ്ലസ് ഓപ്പറേറ്റർ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടി. ഇൻ ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ്. ഏതെങ്കിലും 3 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് എനി 2 ഡാറ്റ ടൈപ്സ് യൂസ്ഡ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഏതെങ്കിലും 3 എണ്ണവും അതുപോലെ തന്നെ ഏതെങ്കിലും 2 ഡാറ്റ ടൈപ്പിനെയും പറ്റിയിട്ട് എഴുതി കൊടുക്കുക. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കുക, ഏതൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ, സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ, പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഡാറ്റ ടൈപ്പിൽ നമ്പർ, സ്ട്രിങ്, അതുപോലെ തന്നെ ബൂളിയൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്, അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കുക. റൈറ്റ് ദ ഫോളോയിങ് കോഡ് C++ കോഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് തന്നിട്ടുള്ള C++ കോഡിന് ജാവാസ്ക്രിപ്റ്റിലോട്ട് മാറ്റണം. C++ കോഡ് നോക്കുക. ഇവിടെ നമുക്ക് വോയിഡ് ലെങ്ത് ഒരു ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് str1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. str1 വെൽക്കം സേവ് ചെയ്തിട്ടുണ്ട്, അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നേരെ നമുക്ക് എന്താക്കണം, ജാവാസ്ക്രിപ്റ്റ് കോഡാക്കണം. അപ്പൊ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള കോഡ് എന്താണ്, കീവേഡ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ്. ഫംഗ്ഷൻ ലെങ്ത്, ഫംഗ്ഷൻ ലെങ്ത് നമ്മുടെ ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് str1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, സ്ട്രിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്തു, വേരിയബിൾ var സ്പേസ് അതേ വേരിയബിൾ നെയിം കൊടുത്തു ഈക്വൽ ടു വെൽക്കം, വെൽക്കം എന്നുള്ള വാല്യൂ നമ്മൾ അതിൽ അസൈൻ ചെയ്തു. ഈ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് str1 ബ്രാക്കറ്റിനകത്ത് str1 കൊടുത്തു. നമുക്കിവിടെ cout കൊടുത്ത പോലെ നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിനകത്ത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഫംഗ്ഷനാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. അതിനകത്ത് നമ്മുടെ വേരിയബിൾ നെയിം നമ്മൾ കൊടുത്തു, സെമിക്കോളൻ ബ്രേസ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, റൈറ്റ് ദ ജാവാസ്ക്രിപ്റ്റ് കോഡ് ടു ഡിസ്പ്ലേ വെൽക്കം ടു കേരള ഇൻസൈഡ് ദ h1 ടാഗ് ഷോൺ ഇൻ HTML പേജ്. HTML ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. H1 അകത്ത് നമുക്ക് എന്താ വരുന്നത്, വെൽക്കം ടു കേരള എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ വരണം. നമുക്ക് ബോഡി ടാഗിനകത്ത് എന്ത് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു കേരള എന്നുള്ളത് അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ എ സ്ട്രിങ് ഗാന്ധിജി. റൈറ്റ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഫ്രാഗ്മെന്റ് ടു ഡു ദ ഫോളോയിങ് ടാസ്ക്. 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൺവേർട്ട് സ്ട്രിങ് ടു അപ്പർ കേസ്. സ്ട്രിങ്ങിനെ നമുക്ക് അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ടു അപ്പർ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, നമ്മളൊരു എ എന്നുള്ള വേരിയബിളോട് ഗാന്ധിജി എന്നുള്ളത് സേവ് ചെയ്തു. ദെൻ n ഈക്വൽ ടു വേരിയബിൾ n ഈക്വൽ ടു a ഡോട്ട് ടു അപ്പർ കേസ്. അപ്പോൾ നമുക്ക് അപ്പർ കേസിലോട്ടായത് n എന്നുള്ള വേരിയബിളോട്ട് സേവ് ആയി. ഫൈൻഡ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാനുള്ള ഫംഗ്ഷൻ പ്രോപ്പർട്ടിയാണ് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി.
അപ്പോൾ ഇതുപോലെ തന്നെ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഗാന്ധിജി എന്നുള്ളത് നമ്മൾ അസൈൻ ചെയ്തു. ദെൻ എൻ ഈക്വൽ ടു എ ഡോട്ട് ലെങ്ത്. അപ്പോൾ ലെങ്ത് നമുക്ക് എന്നിനകത്തോട്ട് സേവ് ആയി. ഡിസ്പ്ലേ ദ തേർഡ് ലെറ്റർ ഇൻ ദി സ്ട്രിങ്. സ്ട്രിങ്ങിനകത്ത് തേർഡ് ലെറ്റർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ തേർഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ സേവ് ആവുന്നത് 0th ഇൻഡെക്സ് തൊട്ടാണ് നമുക്ക് സേവ് ആവുന്നത്. അപ്പോൾ 0, 1, 2 എന്ന് പറയുന്നതാണ് തേർഡ് ലെറ്റർ എന്ന് പറയുന്നത്. നമ്മൾ വേരിയബിൾ എക്സ് എ ഡോട്ട് ക്യാരക്ടർ അറ്റ് 2 അപ്പോഴാണ് 0, 1, 2 അതായത് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ക്ലിയർ ആക്കി വെക്കുക. അത് ജസ്റ്റ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടും തരാറുണ്ട്, ഇതുപോലെ ആപ്ലിക്കേഷനായിട്ട് തരാറുണ്ട്. ക്ലാസിഫൈ ദ ഫോളോയിങ് വാല്യൂസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഇൻ ടു സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തേതാണ് ഹെലോ, ഡബിൾ കോട്ട്സിലാണ് ഹെലോ, അത് സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. ഇനി ഫോൾസ്. ഫോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററാണ് തന്നിരിക്കുന്നത്. ഫോൾസ് എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ ലെറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ടൈപ്പാണ്? ബൂളിയൻ ടൈപ്പായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി 125.0 പോയിന്റഡ് നമ്പേഴ്സും നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ നമ്പറിലോട്ട് അതിനെ സേവ് ചെയ്യാം. ഇനി 148 നമ്പറാണ്. അപ്പോൾ നമ്പർ ഡാറ്റ ടൈപ്പാണ് 148 എന്ന് പറയുന്നത്. ദെൻ ഡബിൾ കോട്ട്സിനകത്ത് ട്രൂ. ഡബിൾ കോട്ട്സിനകത്ത് ട്രൂ എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സ് ആണെങ്കിൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ട്രൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് സ്മോൾ ലെറ്റർ ട്രൂ ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ ട്രൂ ആണെങ്കിൽ ബൂളിയൻ ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ? റൈറ്റ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് .js എക്സ്റ്റൻഷൻ വഴി ജാവാസ്ക്രിപ്റ്റ് കോഡ് സേവ് ചെയ്യാനുള്ള ഇതാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ആ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ നമുക്ക് HTML ഡോക്യുമെന്റിലോട്ട് എംബഡ് ചെയ്യാൻ പറ്റും യൂസിങ് എന്താണ്? സ്ക്രിപ്റ്റിലെ SRC എന്നുള്ള ആട്രിബ്യൂട്ട് വഴി നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രമേ അതിനകത്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. സ്ക്രിപ്റ്റ് ടാഗ് ഒന്നും നമുക്ക് .js ഫയലിനകത്ത് എഴുതാനായിട്ട് പറ്റില്ല. അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറേയധികം HTML പേജിനകത്ത് സെയിം സ്ക്രിപ്റ്റ് ടാഗ് തന്നെയാണ് സ്ക്രിപ്റ്റിനകത്ത് എഴുതുന്ന സെയിം കോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു JS ഫയൽ എഴുതുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സ്ക്രിപ്റ്റ് ടാഗ് വഴി നമ്മൾ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് കോഡിങ് കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ഒരു കോഡ് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ പ്രിന്റ് എന്നുള്ളൊരു കോഡ് തന്നിട്ടുണ്ട്. വേരിയബിൾ ഐയിൽ 1 തൊട്ടിട്ട് 10 വരെയുള്ള നമ്പേഴ്സും ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നിട്ട് നമുക്ക് ഐ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്. അതിന്റെ ഔട്ട്പുട്ട് ഏതാണ് പറയുന്നത്. അപ്പോൾ 1 തൊട്ടിട്ടാണ് നമുക്ക് പ്രിന്റിങ് വരുന്നത്. 1 തൊട്ട് 10 വരെയാണ് നമ്മുടെ പ്രിന്റിങ് വരുന്നത്. അതിനകത്ത് ഐയുടെ വാല്യൂ ഒന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള കോഡാണ് തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദ അബവ് കോഡ് യൂസിങ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് വഴി നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കണ്ടീഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, ഫംഗ്ഷൻ പ്രിന്റ് വേരിയബിൾ ഐ ഈക്വൽ ടു 1 വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എപ്പോഴാണത് ഗ്രേറ്റർ ആവുന്നത് നമുക്കപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണം. അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ ഇൻക്രിമെന്റ് ചെയ്യേണ്ടതും പ്രിന്റ് ചെയ്യാനുള്ളതും ബ്രേക്ക് ചെയ്യാനുള്ള കോഡ് എഴുതി കൊടുക്കുക. ഈ 3 കോഡ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ദെൻ നമ്മുടെ വൈലിന്റെ ലൂപ്പിന്റെ ബ്രേസ് ക്ലോസ് ചെയ്തു, ഫംഗ്ഷന്റെ ബ്രേസ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫോമാറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, മോഡിഫൈ ദ അബവ് കോഡ് ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 10 കൗണ്ടിങ് നമ്പേഴ്സ്. ആദ്യത്തെ 10 നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ 1 തൊട്ട് 10 വരെയുള്ളതിന്റെ സമ്മ് കാണാനുള്ള കോഡാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫംഗ്ഷൻ പ്രിന്റ് അതുപോലെ തന്നെ എഴുതി ഒരു എക്സ്ട്രാ ഒരു വേരിയബിൾ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. then ഐ ഈക്വൽ ടു 1 വൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 തന്നെ കണ്ടീഷൻ. സം ഈക്വൽ ടു സം പ്ലസ് ഐ പ്രിന്റ് ചെയ്യാനുള്ള കോഡ് മാറ്റി പിന്നെ എന്ത് ചെയ്യാണ്, സമ്മിൽക്ക് സം പ്ലസ് ഐ എന്നുള്ളത് അതായത് 1 തൊട്ട് 10 വരെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്ന ഐയിൽ. അപ്പോൾ ഓരോരോ നമ്പേഴ്സായിട്ട് സമ്മിനെ കൂടെ ആഡ് ചെയ്ത് പോവാണ്. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ സമ്മിന്റെ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്തു. ഇത്ര കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആദ്യത്തെ 10 നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള കോഡായി മാറി. ഓക്കെ,
True and false are used to represent Boolean values. State if the above given statement is correct or not. True and false are used to represent Boolean values. കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ട്രൂ ഫോൾസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ അത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ബൂളിയൻ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. അപ്പം ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് അല്ല. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഫോർ ലൂപ്പ് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ. ഫോർ ലൂപ്പ് എന്തിനാണ്? നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിപ്പീറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് ആണ് ഫോർ, ബ്രാക്കറ്റിലകത്ത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, സെമിക്കോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമിക്കോളൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ദെൻ ലൂപ്പിന് ബ്രേസിനകത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക, ബ്രേസ് ക്ലോസ് ചെയ്യാം. ദെൻ ഒരു എക്സാമ്പിൾ കോഡ് നേരത്തെ എഴുതിയ അതേ കോഡ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 1 തൊട്ട് 10 വരെ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള കോഡാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. വിർച്വൽ മെഷീൻ ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഈസ്. ഏത് വിർച്വൽ മെഷീനാണ് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. ഡിസ്കസ് അബൌട്ട് 6 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള 6 ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് ഇത് പഠിക്കുമ്പോൾ നമ്മുടെ C++ലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസുമായിട്ട് തെറ്റിപ്പോകരുത്. അത് പലരും തെറ്റിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും C++ലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും കൺഫ്യൂസ് ആക്കരുത്. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. Develop a web page that implements JavaScript function that takes 2 numbers as input and display their product. 2 നമ്പേഴ്സ് ഇൻപുട്ട് ആയിട്ട് എടുക്കുകയും അതുപോലെ തന്നെ അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയും വേണം. അതിനുള്ള ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ HTML ഫോം ഡിസൈനിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോമിന് ഞാൻ FRM1 എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ നമ്പർ എൻട്രി ചെയ്യാനായിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് TXT1 എന്നുള്ള പേര് കൊടുത്തു. രണ്ടാമത്തെ നമ്പർ എൻട്രി ചെയ്യാനായിട്ട് TXT2 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് മൂന്നാമത്തെ TXT3 എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബോക്സും കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബട്ടൺ വെക്കണം. ഇപ്പൊ റിസൾട്ട് കാണിക്കാനായിട്ട് ഷോ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് കാണാനുള്ള ഫംഗ്ഷൻ ആക്റ്റീവ് ആവണം. അപ്പൊ അതിന് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ഞാനത് പ്ലേസ് ചെയ്തു. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 വേരിയബിളിലെ വാല്യൂസ് എടുക്കണം. TXT1ന്റെയും TXT2ന്റെയും വാല്യൂസ് നമുക്ക് എടുക്കണം. ദെൻ നമുക്ക് റിസൾട്ടും കാണണം. അപ്പൊ 3 വേരിയബിൾസ് ഞാൻ അതിന് വേണ്ടി എടുത്തു. num1, num2 ആൻഡ് num3 എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഞാൻ എടുത്തു. num1നകത്ത് എന്ത് ചെയ്യാണ്? ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ എടുക്കുകയാണ്. ആ ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ എടുക്കാനായിട്ട് document.frm1.txt1.value എന്നുള്ളത് എടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം? അത് സ്ട്രിംഗ് വാല്യൂ ആയിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പ്രൊഡക്റ്റ് ആണ് കാണേണ്ടത്. അപ്പൊ അതിനെ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അവിടെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വേരിയബിളിലോട്ട് num2 എന്ന വേരിയബിളിലോട്ട് text2ന്റെ വാല്യൂം ഇതുപോലെ തന്നെ എടുത്തു. num3ൽ എന്ത് ചെയ്യാണ്? num1ഉം num2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ആ num3യുടെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിലോട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് document.frm.txt3.value num3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ num3ൽ എന്താണ് റിസൾട്ട് കിട്ടിയത് അത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിനകത്ത് ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. അപ്പൊ ഇതുപോലെ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും വന്നു കാണാറുണ്ട്. അതായത് 2 ടെക്സ്റ്റ് ബോക്സിന് വാല്യൂ എടുക്കുക, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള കോഡ് എഴുതാനൊക്കെ ആയിട്ട് പറയാറുണ്ട്. അത് നമുക്ക് മോഡൽ എക്സാമിനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും ഹാഫ് ഇയർലി എക്സാം ഉണ്ടായിരിക്കും. ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസൈൻ എ പ്രൊസീജിയർ ഇൻ ജാവാസ്ക്രിപ്റ്റ് ദാറ്റ് ടേക്ക് 2 സ്ട്രിംഗ് ആസ് ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ കോൺകാറ്റിനേറ്റ് സ്ട്രിംഗ് ആസ് ഔട്ട്പുട്ട്. നേരത്തെ പോലെ തന്നെ 2 സ്ട്രിംഗ് ഇൻപുട്ട് എടുക്കണം, എന്നിട്ട് അത് കോൺകാറ്റിനേറ്റ് ചെയ്യണം. ഇത് സ്ട്രിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കൺവേർഷന്റെ ആവശ്യമില്ല, സ്ട്രിംഗ് വാല്യൂ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ കണ്ട അതേ ഡിസൈനിങ് തന്നെയാണ് അല്ലെ. FRM എന്ന് പറയുന്ന ഒരു ഫോം ഞാൻ എടുത്തു.
അതിൽ മെസ്സേജ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഫസ്റ്റ് നമ്പർ എന്നുള്ളതിന് ഫസ്റ്റ് സ്ട്രിങ് ആക്കി മാറ്റി, സെക്കൻഡ് നമ്പർ എന്നുള്ളതിന് സെക്കൻഡ് സ്ട്രിങ് ആക്കി മാറ്റി. ഈ ടെക്സ്റ്റ് ബോക്സിന്റെ പേരൊക്കെ അതുപോലെ തന്നെയാണ് കൊടുത്തത്. റിസൾട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പകരം കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ് എന്ന് കൊടുത്തു. ദെൻ ഇവിടെ ഓൺ ക്ലിക്കിലും അതുപോലെ തന്നെ കോൺകാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി അതിനകത്ത് കോൺകാറ്റിനകത്ത് എന്ത് ചെയ്യണത്, അതിനകത്ത് 3 വേരിയബിൾ എടുത്തു. നേരത്തെ num1 num2 num3 ആണെങ്കിൽ ഇവിടെ str1 str2 str3 എന്നുള്ള 3 വേരിയബിൾസ് എടുത്തു. ആദ്യത്തെ 2 എണ്ണത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് 1ന്റെയും ടെക്സ്റ്റ് ബോക്സ് 2ന്റെയും വാല്യൂ എടുത്തു. ഇനി str3 = str1 + str2. സ്ട്രിങ് കോൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ് ഈ പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂയിലേക്ക് നമ്മൾ എന്താ അസൈൻ ചെയ്തു, str3 എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിനകത്ത് ഈ കോൺകാറ്റിനേറ്റ് ചെയ്ത റിസൾട്ട് കിട്ടും. ഇത് നമ്പർ അഡീഷൻ ആയിരുന്നു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഈ ഒരു ടെക്സ്റ്റ് ബോക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്പറായി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ വാല്യൂ എടുക്കാനായിട്ട്. ദെൻ പ്ലസ് ഓപ്പറേറ്റർ വെച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ അഡീഷന്റെ റിസൾട്ട് കിട്ടും. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഡെവലപ്പ് എ വെബ് പേജ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് ലോഗിൻ സ്ക്രീൻ. നമുക്ക് ലോഗിൻ സ്ക്രീൻ തന്നിട്ടുണ്ട്, അത് ഡിസൈൻ ചെയ്യണം. എന്നിട്ട് 2 ചെക്കിംഗ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡിനും അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. 8 ക്യാരക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എറർ മെസ്സേജിന് അലേർട്ട് ബോക്സ് നമ്മൾ കൊടുക്കണം. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോഡിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡിസൈൻ പാർട്ട് നോക്കാം. ഡിസൈൻ പാർട്ടിൽ എന്തുള്ളത്, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ്, അങ്ങനെ ടെക്സ്റ്റ് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്തു. അതിന് പേര് കൊടുത്തു, txt1 txt2 എന്നുള്ള പേര് കൊടുത്തു. ദെൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അതിന് ലോഗിൻ എന്നാണ് നമുക്ക് ഡിസ്പ്ലേ വേണ്ടത് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കി ലോഗിൻ എന്നാണ് നമുക്ക് ഡിസ്പ്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ലോഗിൻ എന്നുള്ള ഡിസ്പ്ലേ അവിടെ കൊടുത്തു. ഓൺ ക്ലിക്കിൽ എന്താ വേണ്ടത്, ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനും നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാട്ടോ. ഇവിടെ ആ നെയിം തന്നെ വേണം നമ്മൾ ഇപ്പുറത്ത് കൊടുക്കുന്ന ഫംഗ്ഷനും യൂസ് ചെയ്യാനായിട്ടെന്ന് മാത്രം. ഫംഗ്ഷൻ ചെക്കിൽ നമുക്ക് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ പാസ്വേഡും റീഡ് ചെയ്യാനുള്ള 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇനി ആപ്ലിക്കേഷൻ നമ്പറിനെ നമ്മൾ നമ്പർ ആക്കിയിട്ട് റീഡ് ചെയ്തു. ദെൻ പാസ്വേഡിനെ നമ്മൾ പാസ് എന്ന് പറയുന്ന ഒരു വേരിയബിളോട്ട് റീഡ് ചെയ്തു. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന റേഞ്ചിനകത്താണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ആപ്പ് ലെസ് ദാൻ 10,000 ആണോ നോക്കി, അല്ലെങ്കിൽ ആപ്പ് ഗ്രേറ്റർ ദാൻ തന്നിരിക്കുന്ന നമ്പർ ആണോ നോക്കി. അല്ലെങ്കിൽ നമ്മളൊരു അലേർട്ട് ബോക്സ് കൊടുക്കുകയാണ്, എൻ്റർ ആപ്ലിക്കേഷൻ നമ്പർ വിത്ത് ഇൻ ദ റേഞ്ച്. ഈ റേഞ്ചിൽ നമുക്ക് ഡിസ്പ്ലേ വേണം, നമ്പർ എൻട്രി ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു. ഇത് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, പാസ്വേഡ് ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. അപ്പോൾ പാസ് ഡോട്ട് ലെങ്ത്, പാസ്വേഡിന്റെ ലെങ്ത് കിട്ടാനുള്ള പ്രോപ്പർട്ടിയാണ് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ലെസ് ദാൻ 8 ആണെങ്കിൽ എന്ത് വേണം, ഒരു അലേർട്ട് ബോക്സ് കൊടുക്കുക. നമുക്ക് മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലും ഡിസ്പ്ലേ പാസ്വേഡ് എൻട്രി ചെയ്യണം എന്നുള്ളത് ഒരു അലേർട്ട് ബോക്സ് നമ്മളോട് കൊടുക്കുക. ദെൻ ബ്രേസ് അവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഈ ചാപ്റ്റർ 6 മാത്രമല്ല മറ്റുള്ള ചാപ്റ്റേഴ്സും ഒക്കെ നിങ്ങൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മൾ ക്ലാസ്സിനിടയിൽ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ടോപ്പിക്സ് ഒക്കെ നല്ല തറവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഈ എക്സാമിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി പറ്റും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.